എന്തായാലും പി കെ ശ്രീമതി ടീച്ചർക്ക് അത് വല്ലാത്ത വിഷമവും പ്രയാസവും ഉണ്ടാക്കി. രാവിലെ അവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമായിരുന്നു. ഇതിലിപ്പോ പി കെ ശ്രീമതി ടീച്ചർ ഓൾറെഡി MLA ആയിരുന്നു, MP ആയിരുന്നു, അവർക്ക് അവരുടെ സ്വന്തം പെൻഷൻ തന്നെയുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകൾ എന്തിനാണ് ഈ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതെന്നാണ് ഞങ്ങൾക്കും മനസ്സിലാകാത്തത്. അതന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. ശ്രീമതി ടീച്ചർക്ക് ഈ പെൻഷൻ വാങ്ങിയെടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അവരൊന്നും അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വളരെ കുറ്റകരമാണ്. ഇതിനെതിരെ ടീച്ചർ തന്നെ പ്രതികരിക്കുന്നത്. ടീച്ചർക്ക് അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ടീച്ചറെ ഞാൻ എൻ്റെ സുഹൃത്ത് ടീച്ചറെ വിളിച്ചിരുന്നു. ടീച്ചറെ സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് ഈ കാര്യം പറയാം. ടീച്ചർക്ക് കൃത്യമായ രേഖകൾ പല ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ താങ്കളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ ഒന്നും പേര് ഇതിലേക്ക് വലിച്ചു വെച്ചിട്ടില്ല. പി കെ ശ്രീമതി ടീച്ചറുടെ പേരാണ് വലിച്ചു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു പരാതിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു കാരണമായിട്ടുണ്ടല്ലോ. അല്ല, നമ്മൾ പരാതിക്ക് പോകേണ്ട കാര്യമില്ല. ശ്രീമതി ടീച്ചർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ രേഖകൾ, എൻ്റെ അമ്മയുടെ പേരും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങൾ കൊടുക്കാം. ടീച്ചർക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം. ടീച്ചറുടെ പേരിൽ തെറ്റായ ഈ വാർത്ത പ്രചരിപ്പിച്ചത് വളരെ മോശമായിട്ട് തന്നെ പറയണം. ഇത്തരം വാർത്തകൾ മേലിൽ ഉണ്ടാവാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. നന്ദി ശ്രീ അജിത്ത്. കാര്യത്തിൽ ഒരു വ്യക്തമായ വിശദീകരണവും ക്ലാരിറ്റിയും താങ്കൾ നൽകി എന്നുള്ളതിൽ. എന്തായാലും വലിയൊരു വിവാദം അതിനകത്ത് ഒരു വശത്ത് തുടരുന്നുണ്ട്. ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനയും വലിയ വിഷമവും ഉണ്ടാക്കി. സ്വാഭാവികമായും ഉണ്ടാകും. കാരണം താൻ ഒരു ഘട്ടത്തിലും അറിയാത്ത, തനിക്കൊരു പങ്കുമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഈ രീതിയിലുള്ള അപവാദം നേരിടുമ്പോൾ സ്വാഭാവികമായും ആർക്കും വലിയ വേദന ഉണ്ടാകും. അതാണ് അവരുടെ പ്രതികരണത്തിൽ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ PR കൃഷ്ണൻ്റെ, തൃശ്ശൂരിലെ മുൻ MLA ആയിരുന്ന PR കൃഷ്ണൻ്റെ ഭാര്യയുടെ പേരും പി കെ ശ്രീമതി ടീച്ചർ എന്ന് തന്നെയാണ്. അവർ പക്ഷേ മരിച്ചിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. 2020 മരിച്ചതാണ്. അപ്പോൾ ഈ പേരിലെ സാമ്യത ഉപയോഗിച്ചാവാം ഈ രീതിയിലൊരു അപവാദ പ്രചാരണത്തിനായുള്ള കണ്ടന്റ് ഉണ്ടാക്കിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രണ്ട് സ്ഥലങ്ങളാണ്. ഈ തൃശ്ശൂരിലെ പി കെ ശ്രീമതി ടീച്ചർ ആണെങ്കിൽ 5 വർഷം മുമ്പേ മരിച്ചു പോയതാണ്. അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം എന്ന് വെച്ചാൽ ആൾ മരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അതോറിറ്റിയിലൊക്കെ, ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ആ വിവരം കുടുംബം അറിയിച്ചതുമാണ്. അക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നവരുടെ മകൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ, ഒരു കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ CPM നേതാവായ, മുൻ മന്ത്രിയായ, മുൻ MLA ആയ, മുൻ MP ആയ പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ഈ രീതിയിലുള്ളൊരു അപവാദ പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘ് പരിവാർ അനുകൂല ചാനലും ഒപ്പം ചില YouTube ചാനലുകളിലുമാണ് ഈ രീതിയിലുള്ള ഒരു അപവാദ പ്രചാരണം വന്നിരിക്കുന്നത്.